അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. DF Ray എന്ന ചിത്രത്തിൻ്റെ കേരള കളക്ഷൻ ഒക്കെ ഞാൻ നേരത്തെ ഇട്ടിരുന്നു. ഇപ്പം വേൾഡ് വൈഡ് കളക്ഷനും അതുപോലെ തന്നെ സ്റ്റേറ്റ് വൈസായിട്ട് ഇന്ത്യ ഗ്രൂപ്പും ഒക്കെ കാണിക്കുന്ന കൃത്യമായിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വന്ന് ചോദിക്കുമ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു 50 കോടി കടന്നു എന്ന് ഏകദേശം ഉറപ്പായിരുന്നു. അപ്പം ഇന്ത്യ ഗ്രൂപ്പ് കാണിക്കുന്നത് 29 കോടിയാണ്. ഇന്ത്യ ഗ്രൂപ്പ് 29 കോടിയിലേക്ക് എത്തുന്നു. ഓവർസീസ് കളക്ഷൻ 23.5 കോടി. അങ്ങനെ ടോട്ടൽ 52 കോടി 50 ലക്ഷമാണ് DF Ray എന്ന ചിത്രത്തിൻ്റെ 6 ദിവസം പിന്നിടുമ്പോഴുള്ള കളക്ഷൻ. മികച്ച കളക്ഷൻ തന്നെ അല്ലേ? ഒരു പ്രണവ് മോഹൻലാൽ ചിത്രത്തിൻ്റെ ആദ്യ ആഴ്ചയിലെ കളക്ഷൻ്റെ കാര്യമാണ്. ആദ്യ ആഴ്ച പിന്നീട് ഇതും കൂടെ കഴിയുമ്പോഴേ ആദ്യ ആഴ്ചയാകത്തുള്ളൂ. അപ്പം മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടി മുന്നേറുന്ന പ്രണവ് മോഹൻലാലിൻ്റെ ചിത്രമായ ഈ DF Ray എന്ന ചിത്രത്തിൻ്റെ പ്രതികരണങ്ങൾ മികച്ച രീതിയിലാണ് എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. നോർത്ത് അമേരിക്കയിലെ $3 ലക്ഷം, ഏകദേശം 2.66 കോടി കളക്ഷൻ നേടി. അത് 3 ദിവസത്തെ കളക്ഷനാണ്. അതുപോലെ വിദേശ രാജ്യങ്ങളിലെ ഒന്നും കളക്ഷനുകൾ കൃത്യമായിട്ട് പുറത്ത് വരുന്നില്ല. എനിക്ക് തോന്നുന്നു നിർമ്മാതാക്കളൊന്നും കൃത്യമായിട്ടൊരു കണക്ക് പുറത്ത് വിട്ടിട്ടില്ല. പിന്നെ നമ്മൾക്ക് ഈ ട്രാക്കർമാർക്ക് നൽകുന്ന കണക്കും പ്രകാരമാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഈ DF Rayയുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പ്രൊമോഷനൊക്കെ പ്രത്യേക രീതിയിൽ തന്നെയായിരുന്നു. അവർ ഭയങ്കര പൊക്കമൊന്നും വെച്ചില്ല. ഇത് പേടിപ്പെടുത്തിക്കുന്ന പടമാണെന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു രീതിയിലുള്ള പ്രൊമോഷൻ ഇല്ലാത്ത പടമായിരുന്നു. തിയേറ്ററിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോയത് അല്ലേ? അപ്പോൾ ഇന്നലെ കേരളത്തിൽ നിന്ന് കിട്ടിയത് 2 കോടി 10 ലക്ഷം രൂപയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 2 കോടിക്ക് അടുത്ത് കിട്ടും എന്ന്. 2 കോടി 10 ലക്ഷം രൂപ കേരളത്തിൻ്റെ കൃത്യമായിട്ടുള്ള കളക്ഷൻ എന്ന് പറയുന്നത് 22 കോടി 70 ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുന്നു. പല പ്രമുഖരുടെയും ചിത്രങ്ങളുടെ വേൾഡ് വൈഡ് കളക്ഷനാണ് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് DF Ray ഒരാഴ്ച കൊണ്ട് പിന്നീട് 6 ദിവസം കൊണ്ട് നേടിയിരിക്കുന്നത്. 22 കോടി 70 ലക്ഷം. കർണാടകത്തിലെ കളക്ഷനും നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. കർണാടക ഇന്ന് 3 കോടി എത്തുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞു. അതുപോലെ തന്നെ 3 കോടി കഴിഞ്ഞിരിക്കുകയാണ് കർണാടക കളക്ഷൻ. ആന്ധ്രാപ്രദേശ്, തെലുങ്കാന 5 ലക്ഷം രൂപയാണ് ഇന്നലെ കളക്ട് ചെയ്തത്. അങ്ങനെ 43 ലക്ഷമാണ് അവിടുത്തെ കളക്ഷൻ. തമിഴ്നാട്ടിൽ നിന്ന് 20 ലക്ഷം കളക്ട് ചെയ്തു. അങ്ങനെ 1 കോടി 72 ലക്ഷത്തിലേക്ക് എത്തി. വൈകാതെ തന്നെ അത് 2 കോടി തമിഴ്നാട് കളക്ഷനായി എത്തും. തമിഴ്നാട്ടിലൊക്കെ ഒരാഴ്ച കൊണ്ട് 2 കോടി എന്നൊക്കെ പറഞ്ഞ മികച്ച കളക്ഷനല്ലേ? അതുപോലെ കർണാടകത്തിൽ 3 കോടി എത്തി എന്ന് പറയുമ്പോൾ മികച്ച ഒരു കളക്ഷൻ തന്നെയാണ്. ഇന്ത്യയിലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം കൂടെ 15 ലക്ഷം രൂപ ഇന്നലെ കളക്ട് ചെയ്തു. അങ്ങനെ അവിടെ 1 കോടി കഴിഞ്ഞു. 1 കോടി 15 ലക്ഷത്തിലേക്ക് എത്തുന്നു. അപ്പം റിലീഫ് ചെയ്ത എല്ലാ കേന്ദ്രങ്ങളും മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടുന്നു. വിദേശ രാജ്യങ്ങളിലായാലും പിന്നെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായാലും കേരളത്തിലായാലും എല്ലായിടവും മികച്ച രീതിയിലുള്ള ബുക്കിംഗ് നേടിയാണ് DF Ray തൻ്റെ ജൈത്രയാത്ര തുടരുന്നത്. അപ്പം പ്രണവ് മോഹൻലാൽ ചിത്രത്തിന് കിട്ടാവുന്ന മികച്ചൊരു തുടക്കം തന്നെയാണ്. പിന്നെ ശനി ഞായർ വമ്പൻ കളക്ഷൻ നേടും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. അതിനുവേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. 100 കോടിയിലേക്കുള്ള പ്രയാണത്തിൽ തന്നെയാണ് DF Ray. പ്രണവ് മോഹൻലാലിൻ്റെ കരിയറിലെ തന്നെ ആദ്യത്തെ 100 കോടി ഒരു വമ്പൻ കളക്ഷൻ തന്നെയായിരിക്കും. കാരണം എന്താണെന്നറിയാം, അദ്ദേഹം ആകെ 5 ചിത്രങ്ങളിലേ അഭിനയിച്ചിട്ടുള്ളൂ. 5 ചിത്രങ്ങളിൽ അഭിനയിച്ച ചെറിയ റോളൊക്കെ നായകനായിട്ട് 5 ചിത്രങ്ങളിലാണ് എത്തിയിരിക്കുന്നത്. അതിൽ 5ാമത്തെ ചിത്രം തന്നെ 100 കോടി അടിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും അത് പറഞ്ഞിട്ടില്ല. അത് പ്രണവിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച രീതിയിലാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. അതുപോലെ ഈ 5 ചിത്രങ്ങളിലെ 4ഉം 50 കോടി പിന്നിടുന്നു. ഒരു ചിത്രം 100 കോടി അടിച്ചാൽ ഇതിൽ പരം നേട്ടം പിന്നെ പറയാനില്ലേ? അതിനുവേണ്ടി കാത്തിരിക്കാം 100 കോടി അടിക്കുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.